ഗുഡ് മോർണിംഗ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ വചനവുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുൻപിലൂടെ കടന്നു വരാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ വേദ പുസ്തകം 1 യോഹന്നാൻ എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ അതിൻ്റെ ആരംഭ ഭാഗത്ത് നാം കാണുന്നു: കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു. ഇവിടെ അപ്പോസ്തലനാകുന്ന യോഹന്നാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു. പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എല്ലായിടത്തും നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന ഒരു അനുഭവത്തിൽ തന്നെ നമ്മുടെ ജീവിതം ഈ നാളുകളിൽ നയിക്കുവാൻ, നമുക്ക് ചലിക്കുവാൻ, നമുക്കായിരിക്കാൻ ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൽ നിന്നുള്ളവർ എന്ന ബോധ്യത്തോടെ ജീവിപ്പാൻ, ദൈവത്തിൽ നിന്നുള്ളവർ എന്ന ബോധ്യത്തോടെ സംസാരിപ്പാൻ, ദൈവത്തിൽ നിന്നുള്ളവർ എന്ന ബോധ്യത്തോടെ പ്രവർത്തിപ്പാൻ, ദൈവത്തിൽ നിന്നുള്ളവർ എന്ന അവസ്ഥയിൽ തന്നെ ആയിരിക്കാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ ഉള്ളിൽ സ്വയം ഒരു ബോധ്യം, ഈ ഒരു വെളിപ്പാട്, ഈ ഒരു അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവർ അത്രേ. ആയതിനാൽ ഒരു ദൈവത്തിലുള്ള ഒരു ദൈവ പൈതലായി ഈ നാളുകളിൽ ജീവിപ്പാൻ, ദൈവത്തിൽ ഉള്ളവരെ പോലെ ജീവിപ്പാൻ ഈ ദിവസങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നമ്മെ മാനിക്കട്ടെ. നമുക്കൊരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, നല്ല പിതാവേ, ദൈവത്തിൽ നിന്നുള്ളവരായി തന്നെ ജീവിപ്പാൻ, സംസാരിപ്പാൻ, പ്രവർത്തിപ്പാൻ ഞങ്ങളുടെ എല്ലാ മേഖലകൾ കാണുന്നവർ പറയട്ടെ, ഇവൻ ദൈവത്തിൽ നിന്നുള്ളവൻ എന്ന് പറയത്തക്ക വണ്ണം ഈ ദിവസങ്ങളിൽ ജീവിതം ആയിത്തീരുവാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. മഹത്വം മുഴുവനും അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ നാളുകളിൽ ദൈവത്തിൽ നിന്നുള്ളവരായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.